സഹാവിന്റെ വൈദ്യശാലയുടെ മുന്നിൽ യുവാക്കളുടെ പതിവില്ലാത്ത തിരക്ക്. അരിഷ്ടവും കുഴമ്പും വാങ്ങാനെത്തിയവരെ നിരന്തരമായി നിരീക്ഷിച്ച പോലീസ് കണ്ടെത്തിയതാകട്ടെ ഞെട്ടിക്കുന്ന ചാരായം വാറ്റും കഞ്ചാവ് കച്ചവടവും. CPM പ്രാദേശിക നേതാവും തിരുവനന്തപുരം നെയ്യാറ്റിൻകര പെരിങ്കടവിള ലോക്കൽ കമ്മിറ്റി അംഗം തങ്കരാജന്റെ ഉടമസ്ഥതയിലുള്ള ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയത്തിന്റെ മറവിലാണ് ചാരായം വിൽപ്പനയും കഞ്ചാവ് വിൽപ്പനയും ഒക്കെ പൊടിപൊടിച്ചത്. മദ്യത്തിന് പകരം ഉപയോഗിക്കാവുന്ന വീര്യം കൂടിയ വിപ്ലവ അരിഷ്ടങ്ങളും ഔഷധങ്ങളും ഒക്കെയാണ് ബാറിന് സമാനമായി കൗണ്ടർ സജ്ജീകരിച്ച് വിൽപ്പന പൊടിപൊടിച്ചത്. വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് ഈ തങ്കരാജ്. ബിയറിലുള്ളതിനേക്കാൾ ഇരട്ടി ആൽക്കഹോൾ തങ്കരാജന്റെ അരിഷ്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. വെബ്കോ അവധിയായ ദിവസങ്ങളിൽ 14 മണിക്കൂറോളമാണ് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുന്നത്. 450 മില്ലി ആൽക്കഹോൾ അരിഷ്ടം വെറും 70 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന. വിവിധ അരിഷ്ടത്തിന്റെ പേരുകൾ കുപ്പികളിൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ചേരുവ ഒന്ന് തന്നെയാണ്. വൈദ്യശാലയിൽ എത്തുക, അരിഷ്ടം കയ്യോടെ വാങ്ങുക, കുടിച്ച് കുപ്പി തിരികെ ഏൽപ്പിക്കുക, ഇതാണ് ഇവിടെ എത്തുന്ന അരിഷ്ട ഉപഭോക്താക്കളുടെ പതിവ്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ദിവസങ്ങൾ കൊണ്ടാണ് ലക്ഷങ്ങൾ കൊയ്യുന്നത്. അർദ്ധരാത്രി വരെ ഈ സ്ഥാപനം പ്രവർത്തിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. മാത്രമല്ല, സ്ഥിരമായി ഇവിടെ നിന്ന് അരിഷ്ടം കുടിച്ച 15ഓളം വയോധികരാണ് ഈ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് അരിഷ്ടമല്ല ചാരായമാണ് കച്ചവടം നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവന്നത്. ഇത് മാത്രമല്ല, ജീരകാരിഷ്ടം, ബാലാരിഷ്ടം, ദശമൂലാദി ജീരകാരിഷ്ടം തുടങ്ങി വിവിധ അരിഷ്ടങ്ങളുടെ പേരുകളിലാണ് ഇവയെല്ലാം തന്നെ വിപണിയിൽ ഇറങ്ങുന്നത്. പ്രത്യക്ഷത്തിൽ തനി ഔഷധമെന്ന് തോന്നിക്കുന്ന ഈ ദ്രാവകങ്ങൾ അകത്തു ചെന്നാൽ നാടൻ മദ്യത്തേക്കാൾ ഉന്മാദവും വീര്യവുമൊക്കെ നൽകും. 1-ാം തീയതികളിൽ മദ്യഷാപ്പുകൾക്ക് അവധിയായതുകൊണ്ട് തന്നെ മദ്യപാന്മാരെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ അരിഷ്ടങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചത്. 2003-ൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ ഘട്ടത്തിൽ ഇത്തരം വ്യാജ അരിഷ്ടങ്ങൾ വിൽക്കുന്ന നിരവധി ആയുർവേദ ശാലകളാണ് സംസ്ഥാനത്തെങ്ങും സജീവമായത്. തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങലിലെ ശ്രീകൃഷ്ണ ആയുർവേദ ഫാർമസിയിൽ അന്ന് മറ്റൊരു കടയിലും കാണാത്ത വിധം മരുന്ന് വാങ്ങാനെത്തുന്നവരുടെ വൻ തിരക്ക് കണ്ടപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പന്തികേട് തോന്നുകയും വീര്യം കൂട്ടാൻ 30% വരെ സ്പിരിറ്റ് ചേർത്ത അരിഷ്ടമായിരുന്നു ആ കടയിൽ പൊടി പൊടിച്ച വിൽപ്പനയുടെ രഹസ്യമെന്നുമായിരുന്നു എക്സൈസ് കണ്ടെത്തിയ പരിശോധനയിൽ വ്യക്തമായത്. അതായത്, നിശ്ചിത തോതിൽ കൂടുതൽ കഴിച്ചാൽ മദ്യത്തെ പോലെ ലഹരി ലഭിക്കുന്ന അരിഷ്ടങ്ങൾ പല ആയുർവേദ കടകളിലും ലഭ്യമാണ്. സ്റ്റാർ ഹോട്ടലുകളിൽ വരെ മദ്യത്തിന് പകരം ഇത്തരം ഔഷധങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എന്നാണ് വിവരങ്ങൾ. അരിഷ്ടങ്ങൾക്കൊപ്പം തന്നെ ലഹരി അടങ്ങിയ ആയുർവേദ ഗുളികകളും വിപണിയിൽ ലഭ്യമാണ്. മികവുറ്റ ചികിത്സാ രീതിയാണ് ആയുർവേദം എന്നിരിക്കെ ആദ്യകാലത്ത് ഇന്ത്യയുടെ ഏതാനും ഭാഗങ്ങളിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ആയുർവേദത്തിന്റെ പ്രചാരമാണ് ഇന്ന് ഇത്തരത്തിലൂടെ ലോകത്താകെ കളങ്കപ്പെടുത്തുന്നത്. രാജ്യത്ത് ആയുർവേദ ചികിത്സയ്ക്ക് എത്തുന്ന വിദേശികളുടെ എണ്ണവും ഓരോ വർഷം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വിപണിയിലെത്തുന്ന വിപ്ലവ അരിഷ്ടങ്ങളും ലഹരി ഔഷധങ്ങളുമൊക്കെ ആയുർവേദത്തിന്റെ ഈ സത്പേരും പ്രശസ്തിയും വിശ്വാസ്യതയും ഒക്കെ നഷ്ടമാക്കാൻ ഇടയാക്കുന്നുണ്ട്. പാരമ്പര്യ ചികിത്സയും മികച്ച ഔഷധ നിർമ്മാണവും ഒക്കെ നടത്തുന്ന ആയുർവേദ സ്ഥാപനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കാനും ഇത് കാരണമാകും എന്നതുകൊണ്ട് തന്നെ ആയുർവേദ മേഖലയിൽ ഇത്തരം നിയന്ത്രണങ്ങൾ അനിവാര്യമെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. സംസ്ഥാനത്ത് മദ്യനിരോധം പ്രഖ്യാപിക്കുകയും നിലവാരമില്ലാത്ത ബാറുകൾ പൂട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ വിശേഷിച്ചും 418 ബാറുകൾക്ക് ലൈസൻസ് പുതുക്കേണ്ടതില്ല എന്ന സർക്കാർ തീരുമാനത്തോടെ വീര്യം കൂടിയ അരിഷ്ട നിർമ്മാണവും വിൽപ്പനയും ഒക്കെ സജീവമാകാൻ മദ്യ മാഫിയ തയ്യാറെടുക്കുന്നതായിട്ടാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുമുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾക്കനുസരിച്ച് അംഗീകൃത ഡോക്ടർമാർക്കും പ്രത്യേക ലൈസൻസ് ഉള്ളവർക്കും മാത്രമായിരിക്കും ഇനി മുതൽ അരിഷ്ടം വിൽക്കാൻ അനുമതി. മരുന്ന് നിർമ്മാണത്തിനുള്ള മാനദണ്ഡങ്ങളും കർശനമാക്കുന്നു. നിയമവിരുദ്ധമായ അരിഷ്ടങ്ങൾ കൈവശം വെക്കുന്നവർക്ക് 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് പിഴ ചുമത്താൻ വ്യവസ്ഥയുള്ളത്. ലഹരിക്കായി മരുന്നുകൾ ദുരുപയോഗം ചെയ്യുന്ന പ്രവണത ആയുർവേദത്തിൽ മാത്രമല്ല, അലോപ്പതി തുടങ്ങിയ മറ്റ് ചികിത്സാ മേഖലകളിലും വ്യാപകമാണ്. കഫ് സിറപ്പുകൾ ലഹരിക്കായി ഉപയോഗിക്കുന്നവർ ധാരാളമുണ്ട്. ക്രോസിൻ ഗുളിക, നെട്രാവെറ്റ് ടാബ്ലറ്റ്, മനോരോഗത്തിനുള്ള വിവിധ തരം ഗുളികകൾ തുടങ്ങി ലഹരിയുടെ ലോകത്ത് വിഹരിക്കാൻ സഹായിക്കുന്ന അലോപ്പതി മരുന്നുകളും ഇന്ന് ഏറെയാണ്. അംഗീകൃത ഡോക്ടർമാരുടെ കുറിപ്പുണ്ടെങ്കിൽ മാത്രമേ മരുന്നുകൾ വിൽക്കാവൂ എന്ന നിയമമുണ്ടെങ്കിലും ആർക്കും ഏത് മരുന്നുകളും നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളും സംസ്ഥാനത്ത് ഇപ്പോൾ നിരവധിയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ചില മരുന്ന് ഷോപ്പുകളിലെ രാത്രി വിൽപ്പനയും മുഖ്യമായി ലഹരി ഔഷധങ്ങളാണ് എന്നതും അറിയപ്പെടുന്നു. ഇത്തരം സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനും നിയമ നടപടികൾ ആവശ്യമായി വരികയാണ്. അല്ലാത്തപക്ഷം സർക്കാരിന്റെ മദ്യനിരോധന നീക്കം കേവലം സാങ്കേതികത്വത്തിൽ മാത്രമായിട്ടൊതുങ്ങും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.